ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കുറെ നാൾക്ക് ശേഷം നല്ല മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരു അടിപൊളി വ്ളോഗ് എടുക്കാനാണ് എന്റെ തീരുമാനം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇത് മൊത്തം ഫുൾ ഡേ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കും. അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ്. ചേട്ടൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ. ചേട്ടൻ്റെ കസിനാണ് മാളു. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടു കാണുമല്ലോ അവളെ. അപ്പോൾ ഈ നാളെയാണ് കല്യാണം, ഞായറാഴ്ച ഏപ്രിൽ 26. അപ്പോൾ ഇന്ന് തലേ ദിവസം ഏപ്രിൽ 25 ഞങ്ങൾ രാവിലെ തന്നെ ഇതേ കെട്ടിയും പാണ്ടും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. കുഞ്ഞപ്പൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പല്ലേച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ എണീക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ ഞാൻ എണീപ്പിച്ചതിൻ്റെ ഉറക്കപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞപ്പൻ്റെ പ്രായമുള്ള കസിൻസൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ. അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള സന്തോഷത്തിലാണ് ഈ വരുന്നത്. എല്ലാ ദിവസവും നമ്മൾ അവിടെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഒരു 2-3 ദിവസമായിട്ട് എല്ലാ ദിവസവും നമ്മൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ സ്പീഡിൽ പറയണത്, നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? അപ്പോൾ നല്ല ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പോകുന്ന വഴി ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്, കാരണം കുറേ കാര്യങ്ങളൊന്നും ഇപ്പോഴും സെറ്റായിട്ടില്ല. അല്ലേ കുഞ്ഞിപ്പ? നിനക്ക് എന്താണ് കല്യാണത്തെക്കുറിച്ച് പറയാൻ 2 വാക്ക് പറഞ്ഞേ. എന്താണ് കൊച്ചിന്? ഞാൻ ഒരു ഫ്രണ്ട് വിശക്കണം ഞാൻ അവൻ്റെ കൂടി പോയി എന്ന് കഴിക്കും. ഫ്രണ്ട് വിശക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിന്റെ കൂടെ പോയി ഇരുന്നേ കഴിക്കുള്ളൂ. കസിനെയാണ് കേട്ടോ അവൻ പറയണത്. അവൻ ഫ്രണ്ടാണെന്നാ. ചൂട് എടുക്കുന്ന പറഞ്ഞാൽ അപ്പൊ നമ്മൾ രണ്ടുപേരും ഫാനിന്റെ അടിയിരിക്കും. ചൂടെടുക്കണം എന്ന് അവൻ പറഞ്ഞാൽ ഞങ്ങൾ ഉടനെ 2 പേരും പോയി ഫാനിന്റെ അടിയിരിക്കും. അതൊക്കെയാണ് അവന് കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇറങ്ങാവേ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാൽ മാളൂന് ഇന്ന് ഇടാനുള്ള ബ്ലൗസ്, സാരിയുടെ ബ്ലൗസും എനിക്ക് ഇന്ന് ഇടാനുള്ള ബ്ലൗസും ഒന്നും നമുക്ക് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഇപ്പൊ ചിരിച്ചോണ്ട് പറയുമെങ്കിലും എനിക്ക് ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. ഞാൻ ചേച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ ചേച്ചി എടുക്കണമില്ല. അയ്യോ, എന്താണെന്ന് അറിയാമല്ലോ, ഇവര് ഏപ്രിൽ മാസത്തിൽ ഒരുപാട് കല്യാണവും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ തയ്ക്കുന്ന ചേച്ചിക്ക് നല്ല തിരക്കായി പോയത് കൊണ്ടാണെന്ന് അറിയില്ല. ഞാനൊരു 1.5 മാസം മുമ്പെങ്ങാണ്ട് കൊണ്ട് കൊടുത്താണ്. ആദ്യമേ സാരി കൊണ്ട് കൊടുത്തതാണ്. എന്നിട്ടും 2 ബ്ലൗസും കിട്ടിയിട്ടില്ല. നാളത്തെ ബ്ലൗസും എന്റെ കിട്ടിയിട്ടില്ല, ഇന്നത്തെയും കിട്ടിയിട്ടില്ല കേട്ടാ. അപ്പൊ നമ്മള് പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഈ അവസാന നിമിഷം ഇങ്ങനെ ഒന്നും ശരിയാകാത്തപ്പോഴുള്ള ടെൻഷൻ. അവ മാളും അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി പോകുന്ന വഴി തയ്യക്കട തുറന്നിട്ടുണ്ടോ, ആ ചേച്ചി എപ്പോൾ തരുമെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കുള്ളിലെങ്കിലും തന്നില്ലെങ്കിൽ മാളൂന് ഇന്ന് ഇടാൻ പറ്റത്തില്ല. അവള് വല്ല ചുരിദാർ ഇടേണ്ടി വരും. കല്യാണത്തിന്റെ തലേ ദിവസം ചുരിദാർ ഇട്ടെന്നുള്ളൊരു പേരവൊക്കെ വരും. ഇപ്പൊ നമ്മൾ പെട്രോൾ പമ്പിലാണേ. പെട്രോൾ അടിച്ചിട്ട് പോകാം. അച്ഛൻ കുറച്ച് കൂടുതൽ പെട്രോൾ അടിച്ചിട്ടോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓട്ടം ഉണ്ടാകും കേട്ടോ. ഇനി പോകുന്ന വഴി എനിക്ക് 1-2-3 സാധനങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ വാങ്ങിക്കാനുണ്ട്. എല്ലാം എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. കൈ കിട്ടിയ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കിറ്റിൻ്റെ അകത്തെ. കിട്ടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അയ്യോ കിട്ടിയേ. ഞാൻ ടെൻഷൻ അടിച്ച് ചത്ത്. ലാസ്റ്റ് മിനിറ്റിലാണ് കിട്ടിയെങ്കിലും ഇട്ട് നോക്കിയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. കുറക്കാനുമില്ല കൂട്ടാനുമില്ല. പെർഫെക്റ്റ് ആയിട്ട് ചേച്ചി തയ്ച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞ്. മാളൂനെയും കിട്ടി. ഇത് എന്റെ ബ്ലൗസ് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം. എന്റെ ബ്ലൗസ് ഒരു വയലറ്റ് ബ്ലൗസാണ്. ഇന്ന് തലേ ദിവസം ഇടേണ്ട ബ്ലൗസാണേ. കണ്ട അറ്റത്ത് ഗോൾഡൻ കൈയൊക്കെ ഇട്ട് സൂപ്പർ ആയിരിക്കും. രാത്രി ഇടുമ്പോ ഉണ്ടല്ലോ ഈ കളർ അങ്ങോട്ട് എറിച്ച് നിൽക്കും അങ്ങോട്ട് ബ്ലൗസ്. ഇവിടെ ഇരിക്കട്ടെ, മാളൂന്റെ കാണിച്ചു തരാവേ. ഇത് കാണിച്ചു തരാം. മാളൂന്റെ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നോക്കിയേ. കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനും കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചേച്ചിനോട് കെട്ടൊന്നും വെക്കാൻ പറഞ്ഞില്ല. ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ തയ്ച്ചോളാനാ പറഞ്ഞത്. ചേച്ചി കെട്ടൊക്കെ വെച്ച്, മാളൂനും കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ചെയ്തത് വേറെ ചേച്ചിയാണ് കേട്ടാ. തയ്ച്ച ചേച്ചി അല്ല ഹാൻഡ് വർക്ക് ചെയ്തത്. കണ്ട നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട്. വിട്ടോ അവളവിടെ കാത്തിരിപ്പുണ്ടാവും. എടി എന്റെ ബ്ലൗസ് എന്തേടി, എന്റെ ബ്ലൗസ് കൊണ്ടുപോടി എന്നും പറഞ്ഞ അവിടെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ മുത്തുറങ്ങണേണാ. പാവം കുഞ്ഞപ്പന് ഉറക്കം തീരാത്തോണ്ട് പിന്നെയും കിടന്നുറങ്ങുവാണേ. ഇവിടെ ഒറ്റ കട തുറന്നിട്ടില്ല ഗൈസ്. കണ്ട അത്രയും രാവിലെയാണ് കേട്ടാ. കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാം തുറക്കണേ ഉള്ളൂ. അതായത് ഒരു 8:30 മണി ആയിട്ടുള്ളൂ രാവിലെ. 8:30 മണിക്കൊന്നും കട തുറക്കില്ലല്ലോ. ഒരു 10, 9, 9:30, 10 മണിയാവും കടയൊക്കെ തുറക്കും. ഫൈനലി നമ്മൾ തറവാട്ടിലെത്തി ഗൈസ്. അയ്യോ, കാറിന്റെ ഡോർ ഇപ്പൊ വന്ന് ഭിത്തിയിൽ ഇടിച്ചാൻ. വാ കുഞ്ഞു, വാടാ പയ്യെ വാ. കാർ പാർക്ക് ചെയ്തിട്ട് വാച്ചേ, ഞങ്ങള് പോണ് ഗൈസ്. അപ്പൊ തറവാട് കാണിച്ചു തരാം, മാളുവിന്റെ വീട് കാണിച്ചു തരാമേ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തറവാടിന്റെ എൻട്രൻസ്. ഇതാണ് നമ്മുടെ ഗേറ്റ്. നേരെ അകത്തോട്ട് കയറി വരുമ്പോ ഇതാണ് തറവാട് വീട്. കണ്ടില്ലേ, ഇപ്പൊ കല്യാണം പ്രമാണിച്ച് എന്താണ് പെയിന്റ് ഒക്കെ അടിച്ചാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും ഇളയ കൊച്ചിച്ചൻ താമസിക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് അച്ഛൻ്റെ വേറൊരു അനിയന്റെ വീടാണ് ദോ കാണുന്നത്. അതാണ് മാളൂന്റെ അച്ഛൻ. മനസ്സിലായില്ലേ? ഒരനിയൻ ആ വീട്ടിൽ, ഒരനിയൻ ഈ വീട്ടിൽ. ഓ മൈ ഗോഡ്, എന്തെടുക്കണേ? എണീറ്റല്ല. ശരി, ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് കുട്ടപ്പനായി എത്തി. ചായ കുടിച്ച എല്ലാരും? കുടിച്ചില്ലേ? ചിറ്റേ, നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റോണ്ട് നല്ല വിശപ്പുണ്ട്.
എണീറ്റിട്ടുണ്ട്. ഇന്ന് പതിവില്ലാണ്ട് നേരത്തെ എണീറ്റു. ശ്രീയര എണീറ്റല്ല, ഞങ്ങളാണ് ഫസ്റ്റ്. മാളു കിട്ടി. ഫൈനലി ഗോട്ട് ഇറ്റ്. നീ രാവിലെ തന്നെ പുട്ടടിയാണാ? ഗൈസ്, മാളു രാവിലെ തന്നെ അമ്പലത്തിൽ പോയല്ലേ? അതാണ് മുഖത്തൊരു ഐശ്വര്യമൊക്കെ. ചന്ദനക്കുറയൊക്കെ തൊട്ട് സംഘവും പുട്ടടിയാണല്ലേ? കുഞ്ഞപ്പ കണ്ട രണ്ടുപേരും പുട്ടടിയാ. നല്ലോണം വർക്ക് ചെയ്ത് നല്ലായിട്ടുണ്ട്. സംഭവം സെറ്റ്, നല്ല രസമുണ്ട്. എടി ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്തിരി താമസിച്ചെങ്കിലും ടെൻഷൻ എടുപ്പിച്ചിരുന്നെങ്കിലും അവസാനം അടിപൊളിയായിട്ട് തന്ന്. എന്റെ ബ്ലൗസ് ഇട്ട് നോക്കി ഞാനിപ്പ, ഇന്നത്തെ ബ്ലൗസ് ഒന്നും ചെയ്യാനില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്. എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നെ എപ്പോഴാ ഗൈസ്? അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് മൈലാഞ്ചി ഇടാൻ തുടങ്ങും. നോക്കട്ടെ മൈലാഞ്ചിയുടെ കളർ നോക്കട്ടെ, ശരിക്കും കളർ വരുവുള്ളൂ അല്ലേ? ഇന്നലെ രാത്രി 2 മണിയായ മോള് കഴിഞ്ഞപ്പോ. എന്നിട്ട് നീ എത്ര നേരം ഉറങ്ങി? നീ എത്ര മണിക്ക് എണീറ്റ്? 7 മണിക്ക് എണീറ്റ്. അപ്പോഴാണ് നീ വിളിച്ചത്. ബാക്കിലൊക്കെ ഇട്ടാ കാണിച്ചേ. സിമ്പിൾ ആയിട്ടാണ് ഗൈസ് മാള് ഇട്ടത്. ഞാൻ ഇവളോട് കുറെ പറഞ്ഞു, ഇടി ഇവിടം വരെ ഇടടി, അങ്ങനെ ഇടടി, ഇങ്ങനെ ഇടടി. അവർക്ക് അത്ര ഇടാൻ താല്പര്യമില്ല. ഞങ്ങൾ കഴിക്കട്ടെ. ഹലോ, അടുക്കളയിൽ ആരുമില്ലേ? പുട്ടും കടലക്കറിയും. പ്ലേറ്റ് എന്ത് പ്ലേറ്റാ? നമ്മുടെ പേപ്പർ പ്ലേറ്റ് ആണോ? അപ്പൊ ഗൈസ് ഇവിടെ മല പോലെ പുട്ടുണ്ടാക്കി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. പുട്ടും കറിയും കടലയും ചായ. ചിറ്റ ചായ ഇല്ലേ? അപ്പൊ ഞങ്ങള് പുട്ടും കടലക്കറിയും കഴിക്കാണ് ഗൈസ്. കുഞ്ഞപ്പനെ ഉറക്കം വന്നിട്ടേ ഒരു ഉഷാറില്ലാണ്ടിരിക്കും. ഇനി അബിക്കുട്ടൻ വന്നെ ഒന്ന് ഉഷാറാണെങ്കിൽ അല്ലേ കുഞ്ഞപ്പ? അപ്പൊ നമുക്ക് പുട്ടും കടലയും കഴിച്ച് അങ്ങോട്ട് എനർജി അങ്ങോട്ട് കയറ്റി വെക്കാം. അപ്പൊ അബി വരുമ്പോ അങ്ങോട്ട് ഓടിക്കളിക്കാല്ല. സമ്മതിച്ച്. ചായ ആയിട്ടില്ല, ഞങ്ങൾ കുടിവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. അപ്പം ആളും ഒരിക്കൽ മൈലാഞ്ചി ഇട്ട് തരാൻ പോവാണ് ഗൈസ്. കല്യാണ പെണ്ണിനെ കൊണ്ട് മൈലാഞ്ചി ഇടിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഏതെങ്കിലും ഡിസൈൻ ഇട്ടാൽ മതിയടി എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ അവൾക്ക് റെഡി ആവാൻ പോകണം. 1 മണിക്ക് പോയാലല്ലേ ഒരു 3 മണി 4 മണിയാകുമ്പോൾ റെഡി ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഐശ്വര്യമായിട്ട് ആള് തുടങ്ങുന്നു. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് കേട്ടോ പറയണ. ഇവളാണ് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ആള് സീനാ. എന്തിന്റെയോ മൂടി എടുത്തിട്ട് അതിന്റെ മോളിൽ മൈലാഞ്ചി തേച്ചിട്ട് റൗണ്ട് വരുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടാ. പുള്ളിക്ക് ക്ലോസ് അപ്പ് ഒന്ന് കാണിച്ചേ. ഇപ്പൊ ഇത്രയായി ഗൈസ്, നമ്മള് മൈലാഞ്ചി ഇട്ട് ഇപ്പൊ ഏകദേശം ഇത്രയായി. സിമ്പിൾ ഡിസൈൻ ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ. സിമ്പിൾ ഡിസൈൻ. ഇത് മറ്റേ ഇൻസ്റ്റന്റ് മൈലാഞ്ചിയാ, പെട്ടെന്ന് കളർ വരും. പക്ഷെ ഇത് 2 ദിവസം നിൽക്കത്തുള്ളൂ. ഇന്നും നാളെ മാത്രമേ നിൽക്കുള്ളൂ, പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ തൊട്ട് സദ്യയൊക്കെ വിളമ്പി തുടങ്ങി. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാരും തൊട്ട് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പരിപാടി. അതായത് ചോറും കറികളൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ പായസത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പനും അബിക്കുട്ടൻ കഴിച്ചാലേ കുഞ്ഞപ്പൻ കഴിക്കൂ, അബിക്കുട്ടൻ കുടിച്ചാലേ കുഞ്ഞപ്പൻ കുടിക്കും. ഈ അബിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ചേച്ചിയുടെ കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അവൻ കുഞ്ഞപ്പൻ്റെ സ്വന്തം കസിനാണ്. അവന് ജീവൻ എന്ന് വെച്ചാൽ അവന് പ്രാണം വായുവാണ് കുഞ്ഞപ്പൻ്റെ. അബിയും കുഞ്ഞപ്പനും അത്രയും കൂട്ടാണ്. അപ്പോൾ അതേ മാളൂന് ആദ്യം തന്നെ ഫുഡ് കഴിപ്പിക്കാൻ ഇരുത്തിയതാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം മേക്കപ്പ് ഇടാൻ വേണ്ടി പോകാൻ. അപ്പം ഞാനും വേഗം കൂടെ ഇരുന്ന് കഴിച്ചു. കാരണം അവളുടെ കൂടെ പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സാധാരണ ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പൻ എൻ്റെ കൂടെ വന്നാണ് കേട്ടോ. പക്ഷെ അബിക്കുട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും അവനൊരു വിഷയമില്ല. അമ്മ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാന്നാണ് കേട്ടോ അവൻ പറയണേ. നാളെയാണ് കല്യാണം, ഇന്നല്ല കല്യാണം. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാരും വരും രാത്രി ഇവിടെ. ഒരുപാട് പേര് വരും രാത്രി ഇവിടെ കേട്ടോ അബിക്കുട്ടാ. നാളെയാണ് കല്യാണം, പക്ഷെ ഇന്ന് രാത്രി കുറെ ആൾക്കാർ വരും. എല്ലാരെയും നമ്മൾ ഇന്നും വിളിച്ചിട്ടുണ്ട്. എല്ലാരും ഇന്നും വരും, നാളെയും വരും. 2 ദിവസം നമുക്ക് പരിപാടിയുണ്ട്. അച്ഛനൊക്കെ ഉണ്ടാവുന്നു. ഓ, വെയില് കൊള്ളാൻ പാടില്ല. ഞങ്ങള് മാളൂന് ഒരുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. മാളൂന് ഒരുക്കാൻ വേണ്ടി പോവാണ്. എടി ഇങ്ങോട്ട് നോക്കിക്കേ. ഓ ഗൈസ്, മാളു ഒരുങ്ങി കഴിയുമ്പോ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങള് മാളൂന് ഒരുക്കാൻ കൊണ്ടുപോകണേ. എല്ലാരും ഞെട്ടിക്കും മാളൂന്. നീ പെവറായിരിക്കും. ഞാൻ ഇപ്പോഴൊന്നും ഒരുങ്ങണില്ല. ഞാൻ സിമ്പിൾ ഫൗണ്ടേഷൻ ഇടുക, കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ അവള് ചെയ്യണുള്ളൂ അല്ലേടി, അത്രയൊക്കെ ഉള്ളു. പിന്നെ സാരി ഉടുക്കും, അത്രേ ഉള്ളു. പിന്നെ എന്റെ കമ്മലും എന്റെ മാലയൊക്കെ ഇതാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ചെറിയ നെക്ലസ് ഇടണമെന്ന് എനിക്കുണ്ട്. അതാണ് എന്റെ ഒരു ലുക്ക്. മാളുവിന്റെ ഇതൊക്കെ എടുത്താ, ഗോൾഡൊക്കെ എടുത്താ.
ഉച്ചയ്ക്ക് ഒരു 1:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം മേക്കപ്പ് ചെയ്യാൻ പോയി കേട്ടോ. കാരണം ഒരു 6 മണി 5 മണിക്ക് മുന്നേ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ 1:30 ആയപ്പോൾ തന്നെ പോയത്. പക്ഷേ വീട്ടിൽ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞ കേട്ടോ. അയ്യോ കുറേ സമയം പിടിച്ച് ഈ സാരിയും ഹെയർ സെറ്റിങ്സും ഈ മേക്കപ്പും എല്ലാം കൂടി. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഈ ചൂടിൻ്റെ ആണോ വെയിലിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല, അവളുടെ മേക്കപ്പ് അത്ര അങ്ങോട്ട് സെറ്റ് ആയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അവർ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവളെയും കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇതേ ആ മതിലിൻ്റെ അവിടെ എവിടെയും കണ്ടൊക്കെ പോയിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോയി. തിരിച്ച് വന്നപ്പോൾ അവൾക്ക് മേക്കപ്പൊക്കെ കുറച്ച് ശോകമായിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ സെറ്റാക്കി ഓക്കെ ആക്കി. പിന്നെ കാറ്ററിംഗ് ഒക്കെ വന്നു. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആയിരുന്നു. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞപ്പനും അബിക്കുട്ടനും ആദ്യം തന്നെ പാത്രം എടുത്തുകൊണ്ട് പോയത് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. വിശന്നിട്ട് കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നല്ലോ രാവിലെ തൊട്ട്. അപ്പോൾ സന്ധ്യ ആയപ്പോൾ രണ്ടുപേർക്കും നല്ല വിശപ്പ്. അപ്പോൾ അതേ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ മാളുവിൻ്റെ കൂടെ പോയതുകൊണ്ട് എൻ്റെ മേക്കപ്പ് എനിക്ക് റെഡിയാകാൻ ഭയങ്കര ലേറ്റായേ. ഞാനൊരു നെക്ലസ് എടുത്തിട്ടതാണ്. പക്ഷെ ആ നെക്ലസ് പൊളിയാ കാണാം. പക്ഷെ ആ സാരിയുടെ കൂടെ ഒട്ടും ചേരുന്നില്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ നെക്ലസ് നൈസായിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് മാളുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. എല്ലാവരും അവളെയും കൊണ്ട് പോയി. പിന്നെ മാള് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിറച്ച ആൾക്കാരൊക്കെ ആയി. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങി. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടേ. പക്ഷേ ഈ ചൂട് കാരണേ ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല. എൻ്റെ പൊന്നെ മൊത്തത്തിൽ ഈ ചൂട് ഓരോ വർഷം കൂടുമ്പോഴും ചൂട് കൂടിക്കൂടി വരികയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ഏപ്രിൽ മെയിലൊന്നും ആരും കല്യാണം വെക്കലേ. ഇനിയുള്ള പിള്ളേരെല്ലാവരും അത് ശ്രദ്ധിക്കണേ. അത്രയും ചൂടാണ്. നമ്മുടെ മേക്കപ്പ് ഇട്ടാൽ അത് ശരിയാവത്തില്ല. മുടിയൊക്കെ എൻ്റെ മുടി വെള്ളത്തിൽ കുളിച്ചിരിക്കുകയാണ്. വിയർത്ത് വെള്ളത്തിൽ കുളിച്ചിരിക്കുകയാണ്. തിരക്കെന്ന് പറയാൻ നമ്മൾ ആ സമയത്ത് ഭയങ്കര ടെൻഷനും ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി. മര്യാദക്ക് നല്ലൊരു ഫോട്ടോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടാ. ഞാൻ പിന്നെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഇട്ടേക്കണോണ്ട് ചുമ്മാ മുടി അഴിച്ചിട്ട് കേട്ടാ. വിയർത്ത് കുളിച്ച് ഞാനിങ്ങനെ ചെവിയുടെ ഇടയിലേക്ക് തിരികെ വെച്ചിരിക്കുകയാണ് മുടിയൊക്കെ. അതുപോലത്തെ വിയർപ്പായിരുന്നേ. അങ്ങനെ മാളുവാണെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, വഴി പറഞ്ഞു കൊടുക്കുന്നു. ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും. എല്ലാം കഴിഞ്ഞൊരു 10 മണിയായപ്പോൾ തന്നെ ഏകദേശം ആളെല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളെ മുറി കൊണ്ടുപോയി വേഗം അവളുടെ മുല്ലപ്പൊക്കെ മാറ്റി എന്തോരം സ്ലൈഡും ക്ലിപ്പും സാധനങ്ങളൊക്കെ ആ മുടിയിൽ അതെല്ലാം മാറ്റി ഒന്ന് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ വേഗം കിടത്തി ഉറക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നേ. കാരണം പിറ്റേ ദിവസം വെളുപ്പിന് 3:30 മേക്കപ്പ് ചെയ്യാനുള്ള അടുത്ത ആൾ വരും. കല്യാണത്തിന്റെ മേക്കപ്പ് വേറൊരു ചേച്ചിയല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നാജിക്കാണ് കൊടുത്തിരുന്നത്. അപ്പം നാജി 3:30 വരുമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് അവളെ വേഗം സാരിയൊക്കെ മാറി അവൾ പോയി മേലൊക്കെ കഴുകി ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് അവൾ വന്ന് കിടന്നു കേട്ടാ. അപ്പോഴേക്കും എല്ലാവരും പോയി. എൻ്റെ പരുവതി ഈ ഒരു കോലമായി കേട്ടാ. ചൂടെടുത്ത് കുഞ്ഞപ്പനാണെങ്കിൽ രാവിലെ തൊട്ട് അബിക്കുട്ടനുമായിട്ട് തുടങ്ങിയ കളിയാണ്. കളിച്ച് ഒരു പരിവായി. അവസാനം ചേട്ടനാണെങ്കിൽ നമ്മൾ മറ്റേ ആൾക്കാർ വരുമ്പോൾ വെക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുക്കുന്ന ഫാനില്ലേ, ആ ഫാൻ എടുത്ത് മാളുവിൻ്റെ മുറി വെച്ച് കൊടുത്തേ. കാരണം അവൾക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ ഓഫീസിൽ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫുൾ ടൈം AC ഉള്ളതാണ്. ഇപ്പോൾ ഇവൾ വീട്ടിലാണെങ്കിൽ വല്ലപ്പോഴും കുറച്ച് സമയം മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ മാളു. ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് കുറച്ച് ദിവസമായിട്ട് അവൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ AC മേടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള ഡ്രസ്സും ചെരുപ്പും സാധനങ്ങളൊക്കെ കൂടെ അതാണ് ആ പെട്ടിയിലിരിക്കുന്നത്. കുഞ്ഞപ്പനാണെങ്കിൽ അവളുടെ കട്ടിലേക്ക് കിടന്ന് ഒറ്റ ഉറക്കം അങ്ങോട്ട് തുടങ്ങി കേട്ടാ. കള്ളുറക്കമാണേ, പക്ഷെ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാളുകളോട് അതൊക്കെ ഒന്ന് കാണിച്ചേടി എന്ന് പറഞ്ഞിട്ട് അവളത് തുറന്ന് കാണിക്കുകയാണേ. അപ്പോൾ അതിൻ്റെ അകത്ത് സാരി ഉണ്ടായിരുന്നു, അണ്ടർ സ്കേർട്ട്, ബ്ലൗസ്, അവർ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്ന ബ്ലൗസ്, ചെരുപ്പ്, പിന്നെ കൺമഷി, കണ്ണാടി, ചീപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ, അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അപ്പോഴാണ് അതൊക്കെ നല്ലോണം കാണുന്നത്. നല്ല അടിപൊളി ഒരു സാരി എന്ന് പറഞ്ഞാൽ എല്ലാ കളറാണ്. ഒരു നല്ലൊരു പിങ്ക് കളർ, പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു നല്ല അടിപൊളി കളറായിരുന്നേ. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നപ്പോൾ ഞാനിങ്ങനെ പുറത്തൊക്കെ ഓടി കറങ്ങി നടക്കായിരുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് ആ സമയത്ത് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഫോണും കൊണ്ട് ഓടിച്ചെന്നേനെ. നേരെ ഞാൻ അകത്തോട്ട് വന്നപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഹോളിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞു. ഇനി കുഞ്ഞപ്പൻ്റെ കുറച്ച് അഭിനയം കാണിച്ചു തരാവേ. അങ്ങനെ ഒരു വിധത്തിൽ മാളുവിനെ കിടത്തി ഉറക്കിയതേ അവൾ എൻ്റെ കയ്യിലിട്ട മൈലാഞ്ചിയാണ്. ഇൻസ്റ്റന്റ് മൈലാഞ്ചി 10 മിനിറ്റ് കൊണ്ട് കളർ പിടിച്ചു. പക്ഷേ ഇത് അത്ര നല്ലതല്ലേ, കെമിക്കലാണ്. പിന്നെ അത്യാവശ്യമായിട്ട് ഇടേണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളേ. അങ്ങനെ മാളുവിനെ കിടത്തി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിൽ 7 പോയാണ് കിടന്നുറങ്ങിയത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്നു. കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ ഉടനെ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.